നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനം പറന്നുയരുന്നതിനിടയിൽ വിമാനത്തിന്റെ ചിറകിലേക്ക് പൊടുന്നനെ ഒരു പക്ഷി വന്നിടിച്ചു. പിന്നീട് സംഭവിച്ചത് അടിയന്തരമായി തന്നെ ആ വിമാനം നിലത്തിറക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ്. ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടയിലാണ് സ്പൈസ് ജെറ്റ് വിമാനത്തിൽ പക്ഷി വന്നിടിച്ചത്. അതിനെ തുടർന്ന് അടിയന്തരമായി വിമാനം താഴെയിറക്കി കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ചെയ്തത്. ഇന്ന് രാവിലെ 10:30 പറന്നുയർന്ന വിമാനമാണ് അരമണിക്കൂറിന് ശേഷം, കൃത്യം പറഞ്ഞാൽ 11 മണിയോടെ നിലത്തിറക്കേണ്ടി വന്നത്. ഡൽഹിയിൽ നിന്നും ലേയിലേക്കുള്ള സ്പൈസ് ജെറ്റ് വിമാനത്തിലാണ് ഇങ്ങനെ പക്ഷി വന്നിടിച്ചത്. വലിയൊരു അപകടമാകാമായിരുന്ന വിഷയമാണ് തലനാഴിരയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത്. പക്ഷി ഇടിച്ചതിനെ തുടർന്ന് തിരികെ ഡൽഹിയിലേക്ക് വിമാനം മടങ്ങുകയും ചെയ്തു. വിമാനം സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്തതായി വിമാനത്താവള അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. അടിയന്തരമായ ലാൻഡിംഗ് വിമാനം നടത്തിയതിനെ തുടർന്ന് ഉച്ചയ്ക്ക് 12:20 ലേയിൽ നിന്നും ഡൽഹിയിലേക്ക് സർവീസ് നടത്താനിരുന്ന വിമാനം കൂടി റദ്ദാക്കിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായി വിമാനം റദ്ദാക്കിയത് ലേ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരെയും വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. യാത്രക്കാർ വിമാനത്താവളത്തിൽ പ്രതിഷേധിക്കുകയും ജീവനക്കാരുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തത് വലിയ തോതിൽ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപായിരുന്നു സമാനമായൊരു സംഭവം എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പല മേഖലകളിലും ഉണ്ടായത്. അതിൻ്റെ വിഷയങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായത്. അതേസമയം കരിപ്പൂരിൽ നിന്നും പുറപ്പെടേണ്ട 2 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയതായിട്ടുള്ള വിവരവും പുറത്തു വന്നിരിക്കുകയാണ്. രാത്രി 8:25 കരിപ്പൂരിൽ നിന്നും റിയാദിലേക്കുള്ള വിമാനവും 11 മണിക്ക് മസ്കറ്റിലേക്ക് പോകേണ്ട വിമാനവുമാണ് റദ്ദാക്കിയത്. ക്യാബിൻ ക്രൂ ജീവനക്കാരുടെ കുറവ് തന്നെയാണ് ഈ വിമാന സർവീസ് റദ്ദാക്കാനുണ്ടായ കാരണമെന്നാണ് ലഭിക്കുന്ന വിശദീകരണം. ബാക്കി വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.